മന്നത്ത് പത്മനാഭന് സമർപ്പിക്കപ്പെട്ട ഒരു സ്മാരക ക്ഷേത്രമുണ്ട് കേരളത്തിൽ. പത്തനംതിട്ട തട്ടയിലാണ് ഈ ക്ഷേത്രം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ കരയോഗം മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ചത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്ത സ്മരണകളുടെ ചരിത്രമാണ് ഈ നാടിന് പറയാനുള്ളത്. ആചാര്യശ്രേഷ്ഠൻ ചരിത്ര നിയോഗത്തിന് തുടക്കം കുറിച്ചത് ഇവിടെയാണ്, പത്തനംതിട്ടയിലുള്ള തട്ട എന്ന പ്രദേശത്ത്. ഈ മണ്ണിൽ യുഗാചാര്യന് സമർപ്പിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഡിസംബർ 15 അന്നാണ് മന്നത്ത് പത്മനാഭൻ ആദ്യ കരയോഗം തട്ടയിൽ രൂപീകരിച്ചത്. ഇവിടെയുള്ള ഇടയേരത്ത് തറപ്പാടിന്റെ പൂമുഖത്ത് നിന്നുമായിരുന്നു ചരിത്ര ദൗത്യത്തിന് തിരിതെളിഞ്ഞത്. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ദീപം സമുദായാചാര്യൻ പൂമുഖത്തെ നിലവിളക്കിലേക്ക് പകർന്നു. അങ്ങനെ 1-ാം നമ്പർ കരയോഗത്തിന്റെ പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. വർഷങ്ങൾക്കിപ്പുറം ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ഇടയേരത്ത് കുടുംബത്തിൻ്റെതായി മന്നത്ത് പത്മനാഭന് സ്മാരക ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടു. NSS പന്തളം യൂണിയന്റെ സഹകരണത്തോടെ ഇടയേരത്ത് ട്രസ്റ്റ് 2024 ജൂലൈ 7 ക്ഷേത്രം സമർപ്പിച്ചു. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന. കരമന ശശികുമാർ സമുദായ ആചാര്യന്റെ വെങ്കല പ്രതിമയും തയ്യാറാക്കി. തട്ടയിലെ ഈ ഇടയേരത്ത് തറവാടിൻ്റെ പൂമുഖത്ത് വെച്ചാണ് ആദ്യത്തെ കരയോഗം അദ്ദേഹം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. അത് മന്നത്ത് പത്മനാഭൻ്റെ ആചാര്യൻ്റെ ജീവിതത്തിലെയും നായർ സർവീസസിൻ്റെ ചരിത്രത്തിലെയും സുപ്രധാനമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമുചിതമായ ഒരു സ്മാരകം തറവാട്ടിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരാഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആദരണീയനായ നായർ സർവീസസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ സുകുമാരൻ സാറിൻ്റെ നിർദ്ദേശത്തിലും ഉപദേശത്തിലും പന്തളം NSS യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ശിവൻകുട്ടി അവരുടെ സഹകരണത്താലും ഇപ്രകാരം ഒരു സംരംഭത്തിന്, ഒരു സ്മാരകത്തിന് രൂപം നൽകി. 1-ാം നമ്പർ കരയോഗത്തിന് പുറമെ 2ഉം 3ഉം കരയോഗങ്ങളും ഈ പ്രദേശത്ത് തന്നെയാണ് രൂപീകരിക്കപ്പെട്ടത്. 2-ാം നമ്പർ കരയോഗം തട്ടയിൽ തന്നെയും 3ാമത്തേത് കൂരമ്പലയിലും. രാമായണ മാസാചരണം ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ വിപുലമായി സ്മാരക ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. 6000-നടുത്ത് കരയോഗങ്ങൾ നായർ സർവീസ് സൊസൈറ്റിക്ക് ഇന്നുള്ളപ്പോൾ അതിനെല്ലാം തുടക്കമായതിന്റെ ചരിത്ര നിർവൃത്തിയിലാണ് ഈ നാട്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. അതിലും ഈ പറഞ്ഞതുപോലെ മന്നത്ത് പത്മനാഭന് വേണ്ടി ഒരു ക്ഷേത്രം അദ്ദേഹം ആദ്യമായി കരയോഗം സ്ഥാപിച്ച പത്തനംതിട്ടയിൽ. അവിടെ ഒരു ക്ഷേത്രം, അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പോലെ തന്നെ ഒരു ക്ഷേത്രം ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിന് വേണ്ടിയൊക്കെ നിലകൊണ്ട ഒരാൾ കൂടിയാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം കേന്ദ്രീകരിച്ചത് ഈ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഈ MC റോഡ് വഴി ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും. കാരണം തിരുവനന്തപുരത്ത് MG കോളേജ് ഉണ്ട്, പന്തളത്ത് NSS കോളേജ് ഉണ്ട്, പെരുന്നയിലെത്തിയാൽ പെരുന്ന NSS കോളേജ്, സ്കൂള് എല്ലാമായിട്ട് അങ്ങനെ വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രധാനമായും പ്രവർത്തിച്ചതെന്ന് പറയാം. ഈ കോളേജുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചതുർമുഖ ഘടികാരങ്ങളോട് കൂടിയ കോളേജുകളാണ് ഈ NSSൻ്റെ കോളേജുകളെല്ലാം. നമ്മൾ നോക്കിയാൽ ഒരു ക്ലോക്കുള്ള, ഒരു 4 വശത്തേക്കും ഫേസുള്ള ക്ലോക്കുള്ള കോളേജുകളാണ്. MG കോളേജ് ആണെങ്കിലും പന്തളം NSS ആണെങ്കിലും പെരുന്നയിലെ കോളേജ് ആണെങ്കിലും ഇതിലെല്ലാം അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും പെരുന്നയിലെ ആഘോഷ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ആരംഭിച്ചത്. NSS സ്കൂളിന്റെ മൈതാനിയിൽ എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലേ, വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ എന്ന് പറയാം. കാരണം NSS ആസ്ഥാനം ഇരിക്കുന്നതും സ്കൂൾ ഇരിക്കുന്നതും കോളേജ് TTC ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത് എല്ലാം ഒറ്റ ഇതിൽ തന്നെയാണ്. അപ്പോൾ അവിടെ എങ്ങനെ ആഘോഷങ്ങൾ തുടരുകയാണ്. പുഷ്പാർച്ചനയോടുകൂടി ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഇന്ന് ഉച്ചവരെ അങ്ങനെ പുരോഗമിക്കും. മറക്കരുത്, 10:30 ഇന്നത്തെ സമ്മേളന ഉദ്ഘാടനം. അത് നമ്മൾ തത്സമയം ജനം TV പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും.